ശ്രീരാമനാമാമൃതത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആരണ്യകാണ്ഡത്തിലൂടെ തന്നെ സഞ്ചരിക്കുകയാണ്. വനത്തിലൂടെയാണ് സഞ്ചാരം. ജീവിതമാകുന്ന വനത്തിലൂടെ സഞ്ചരിക്കുകയാണ്. നമ്മൾ ശബരിമലയ്ക്ക് പോകും, കല്ലും മുള്ളും കാടും മേടും ചവിട്ടി കാലിന് മെത്തയാക്കി വരികയാണ്. ആരാണ്? സാക്ഷാൽ അയ്യപ്പസ്വാമിയെ കാണാൻ എന്ന് പറയുന്നത് പോലെ ഇവിടെ ആരണ്യത്തിലൂടെ സഞ്ചരിക്കുകയാണ്. രാക്ഷസനായിരിക്കുന്ന രാവണൻ മാരീചനെ കൊണ്ട് മോഹിപ്പിച്ച് രാമലക്ഷ്മണന്മാരെ അകറ്റി സീതയെ തട്ടിക്കൊണ്ടുപോകാൻ വരുന്ന ഭാഗമാണ് നമ്മളിനി മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇന്ന് ഒരുപാട് അപഹരണങ്ങൾ നടക്കുന്നുണ്ട്. സമ്പത്തിനെ അപഹരിക്കുന്നു ഒരു സൈഡിൽ സ്ത്രീയെ അപഹരിക്കുന്നു. അപ്പോൾ ഇന്നും ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ധാർമ്മികത നശിച്ച ഒരു തലമുറ എന്ത് അനീതിയും കാണിക്കുന്നു. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഏറ്റവും കൂടുതൽ ഇന്ന് നമുക്ക് എവിടെ നോക്കിയാലും സ്ത്രീ പീഡനങ്ങളും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും ഇത് ആ കാലഘട്ടം മുതലേ തുടങ്ങിയതാണ്. രാക്ഷസീക ബുദ്ധിയുള്ള. അപ്പോൾ ഇവിടെ സീതാദേവിയെ അപഹരിച്ചുകൊണ്ട് പോകാനായി രാവണൻ വരുന്ന ഭാഗമാണ് ആരണ്യകാണ്ഡത്തിൽ ഇനി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അന്തരം കണ്ടു ദശകന്ധരൻ മദനബാണാന്തനായി അവതരിച്ചിടിനാൻ അവനിയിൽ. ജടയും വൽക്കലവും ധരിച്ചു സന്യാസിയായുടജാങ്കണേ വന്നു ദശാസ്യനും. ഭിക്ഷുവേഷത്തെ പൂണ്ട രക്ഷോനാഥനെ കണ്ടു തൽക്ഷണം മായാ സീതാദേവിയും വിനീതയായി. നത്വാ സംപൂജ്യ ഭക്ത്യാവലമൂലാദികളും ദത്വാ സ്വാഗതവാക്യമുക്ത. പിന്നെയും ചൊന്നാൾ അത്രൈവ ഫലമൂലാദികളും ഭുജിച്ചുകൊണ്ട് ഇത്തിരി നേരമിരുന്നിടുക തപോനിതേ. ഭർത്താവ് വരും ഇപ്പോൾ ത്വൽപ്രിയമെല്ലാം ചെയ്യും. ശുത്രുടാദിയും തീർത്തു വിശ്രമിച്ചാലും ഭവാൻ. ഇത്തരം മായാദേവി മുഗ്ധ ആലാപങ്ങൾ കേട്ടു സത്വരം ഭിക്ഷുരൂപി സസ്മിതം ചോദ്യം ചെയ്ത കമലവിലോചനെ കമനീയാങ്കി നീ ആര്? അമലേ ചൊല്ലിയിടു നിൻ കമിതാവാരെന്നതും. നിട്ടുരജാതികളാം രാക്ഷസരാതിയായ ദുഷ്ടജന്തുക്കളുള്ള കാനന ഭൂമി തന്നിൽ നീയൊരു നാരീമണിതാനേ വാഴുന്നതെന്താൻ? രായുധപാണികളുമില്ലല്ലോ സഹായമായി. നിന്നുടെ പരമാർത്ഥമൊക്കവേ പറഞ്ഞാൽ ഞാൻ എന്നുടെ പരമാർത്ഥം പറയുന്നുണ്ടു താൻ. മേദിനി സുതയത് കേട്ടുര ചെയ്തിടുന്നാൽ മേദിനീപതി പരിണാമയോധ്യാപതി വാട്ടമില്ലാതെ ദശരഥനാനൃപാധിപ ജ്യേഷ്ഠനന്ദനായ രാമനത്ഭുത വീരൻ തന്നുടെ ധർമ്മപത്നി ജനകാത്മജ ഞാനോ. ധന്യനാം അനുജനൻ ലക്ഷ്മണനെന്നു നാമം. ഞങ്ങൾ മൂവരും പിതരാജ്ഞയാ തപസ്സിനായി ഇങ്ങു വന്നിരിക്കുന്നു ദണ്ഡകവനം തന്നിൽ. 14 ആണ്ട് കഴിവോളവും വേണം താനും അതിനു പാർത്തിയിടുന്ന സത്യമെന്നറിഞ്ഞാലും നിന്തിരുവടിയെ ഞാൻ അറിഞ്ഞിലേതും പുനരെന്തിനായിടുന്നള്ളി ചൊല്ലേണം പരമാർത്ഥമെങ്കിലോ. കേട്ടാലും നീ മംഗലശീലേ ബാലേ പങ്കജ വിലോചനെ പഞ്ചബാണാദി വാസേപവിലസ്ത്യാതനയനാം രാക്ഷസരാജാവു ഞാൻ. ത്രൈലോക്യത്തിങ്കൽ എന്നെ ആരറിയാതെയുള്ളൂ. നിർമ്മലേ
കാമപരിതപ്തനായി ചമഞ്ഞു ഞാൻ, നിന്മൂലമതിന്നു നീ പോരണം മയാസാകം. ലങ്കയാം രാജ്യം വാനോർ നാട്ടിലും മനോഹരം, കിങ്കരനായേൻ തവ ലോകസുന്ദരീനാഥേ. താപസവേഷം പൂണ്ട് രാമനാലെന്തു ഫലം, താപം ഉൾക്കൊണ്ടു കാട്ടിൽ ഇങ്ങനെ വസിക്കേണ്ട ശരണാഗതനായോരെന്നെ നീ ഭജിച്ചാലും, അരുണാദരി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും, രാവണവാക്യമേവം കേട്ടതി ഭയത്തോടും ഭാവവൈവർണ്യം പൂണ്ടു ജാനകി ചൊന്നാൾ മന്ദം. കേവലമടുത്തിതു മരണം നിനക്കിപ്പോളേ വന്നീ, ചൊല്ലുന്നാകിൽ ശ്രീരാമദേവൻ തന്നാൽ. സോദരനോടും കൂടി വേഗത്തിൽ വരുമിപ്പോൾ, മേദിനീപതി മമ ഭർത്താ ശ്രീരാമചന്ദ്രൻ തൊട്ടുകൂടുമോ. ഹരിപത്നിയെ ശാശ്വത്തിന് കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ ദുരാത്മാവേ, രാമബാണങ്ങൾ കൊണ്ടു മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴാനുള്ള കാരണം ഇത് നൂനം. ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തിങ്ങിയിടും ക്രോധം പൂണ്ടു മൂർച്ഛിതനായ നേരം, തന്നുടെ രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിബന്ധ ചാരണം വിംശതി മഹാഭുജം. അഞ്ജനാ ശൈലാകാരം കാണായി നേരമുള്ളിൽ അഞ്ജസ ഭയപ്പെട്ടു വനദേവതമാരും. രാഘവപത്നിയെയും തേരതിലെടുത്തു വെച്ച് ആകാശമാർഗെ ശീഘ്രം പോയത് ശാസ്യനും. ഹാഹാ രാഘവ രാമ സൗമിത്രേ കാരുണ്യാംബുദേ, ഹാഹാ മൽപ്രാണേശ്വര പാഹിമാം ഭയാതുരം. ഇത്തരം സീതാവിലാപം കേട്ടു പക്ഷീന്ദ്രനും സത്വരം ഉദ്ധാനം ചെയ്തെത്തിനാൻ ജടായുവും. തിഷ്ട തിഷ്ടാഗ്രേ മമ സ്വാമിതൻ പത്നിയെയും കാട്ടുകൊണ്ട് എവിടേക്ക് പോകുന്നു മൂഢാത്മാവെ. അദ്വരത്തിങ്കൽ ചെന്ന് ശുനകൻ മന്ത്രം കൊണ്ട് ശുദ്ധമാം പുരാടാശം കൊണ്ടുപോകുന്നത് പോലെ, പദ്ധതി മധ്യേ പരമോദ്ധത ബുദ്ധിയോടും ഗൃദ്രരാജനുമൊരു പത്രവാനായുള്ള ഒരു കൃത്രരാജനെ പോലെ ബദ്ധ വൈരത്തോട് അതികൃത്രനായ ഗ്രേജൻ യുദ്ധവും തുടങ്ങിനാൻ. അബ്ദിയും പത്രാനിൽ ക്ഷുബ്ധമായി ചമയുന്നിത് അദ്രികൾ ഇളകുന്നു വിദ്രുതമത് നേരം. കാൽനഖങ്ങളെ കൊണ്ടു ചാപങ്ങൾ പൊടിവെടുത്ത ആനണങ്ങളും കീറി മുറിഞ്ഞു വശം കെട്ടു തീഷ്ണ തുണ്ടാഗ്രം കൊണ്ടു നേർത്തണം തകർത്തിതും കാൽക്ഷണം കൊണ്ടു കൊന്നു വീഴ്ത്തിനാൻ അശ്വങ്ങളെ. രൂക്ഷത പെരുകിയ പക്ഷപാതങ്ങളേറ്റു രാക്ഷസ പ്രവരണം ചഞ്ചലമുണ്ടായി വന്നു. ഇവിടെ അതിഥി ദേവോഭവ എന്നൊരു തത്വമുണ്ട്. മാതൃദേവോഭവ, മാതാവിനെ ദേവനായി ദൈവമായി. പിതൃദേവോഭവ, പിതാവിനെ. ആചാര്യദേവോഭവ, അതിഥി ദേവോഭവ. തിഥി നോക്കാതെ വരുന്നവനാണ് അതിഥി. എന്നുവെച്ചാൽ അത്രത്തോളം നമുക്ക് വേണ്ടപ്പെട്ടവനാണെന്നാണ് അതിൽ നിന്ന് അർത്ഥം. ഈ രാവണൻ സീതാ അപഹരണത്തിന് വേണ്ടി ഒരു താപസൻ്റെ വേഷം ധരിക്കുകയാണ്, കപടവേഷം ധരിക്കുകയാണ്. അപ്പോൾ താപസൻ എന്ന് പറയുമ്പോൾ, ഒരു താപസൻ എഴുന്നള്ളി വരുമ്പോൾ ആ താപസൻ ധർമ്മം ചോദിച്ചു വരികയാണ്. എപ്പോഴും പറയുന്നുണ്ടല്ലോ, എന്താ വ്യാസൻ പറഞ്ഞത്, മറ്റു 3 ആശ്രമധർമ്മം ആചരിപ്പോഴും കൊറ്റിനായി ചെന്ന് അപേക്ഷിക്കും ഗ്രഹസ്ഥനോട് അപേക്ഷിക്കും. അപ്പോൾ ആ ഗ്രഹസ്ഥനാണ് സന്യാസിക്ക് ധർമ്മം കൊടുക്കേണ്ടതും ബ്രഹ്മചാരിക്കും സന്യാസിക്കും വാനപ്രസ്ഥനും വേണ്ടതെല്ലാം കൊടുക്കേണ്ടത് ഗ്രഹസ്ഥനാണ്. അങ്ങനെ സന്യാസി വേഷം പൂണ്ട രാവണൻ സീതാമാതാവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ അതിഥിയെ പൂജിക്കുകയാണ്. അവിടെ വന്നാലും ഇരുന്നാലും അങ്ങേക്ക് എന്താണ് വേണ്ടത്, എന്താണ് അങ്ങയുടെ ആവശ്യം, എന്താണ് അങ്ങേക്ക് വെള്ളമാണോ വേണ്ടത്, ഞാനിപ്പോൾ അങ്ങേക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഭക്ഷണമോ വെള്ളമോ ഒക്കെ കൊണ്ട് തരാമെന്ന് പറഞ്ഞ് ആ രാവണനെ ലക്ഷ്മണൻ പറഞ്ഞ ലക്ഷ്മണരേഖയെ മറികടന്ന് കയറി വരാൻ പറഞ്ഞു. കാര്യം എന്താ, അങ്ങനെ ഒരു വേഷത്തിലാണ് ചെല്ലുന്നത്, താപസനാണ്. പണ്ട് കാലങ്ങളിൽ ആചാര്യനോ സന്യാസിയോ താപസന്മാരോ ഗുരുക്കന്മാരോ എഴുന്നള്ളിയാൽ ദൈവം വരുന്നത് പോലെയാണ്.
പൂജ്യ വിധിക്രമങ്ങളുണ്ട്. ആ പൂജ്യ വിധിക്രമങ്ങളോടുകൂടിയാണ്. റിക്തപാണിർന്ന പശ്യന്തം രാജാനം ദൈവതം ഗുരു എന്ന് പറയും. റിക്തപാണി ഒഴിഞ്ഞ കരങ്ങളുമായി രാജാവിൻ്റെ അടുത്തോ ദൈവത്തിൻ്റെ അടുത്തോ മാതാവിൻ്റെ അടുത്തോ ഗുരുവിൻ്റെ അടുത്തോ കുട്ടികളുടെ അടുത്തോ ഒന്നും തന്നെ ഒഴിഞ്ഞ കരങ്ങളുമായി പോകാൻ പാടില്ലെന്നാണ്. ഇവിടെ ആചാര്യനെ സ്വീകരിക്കുകയാണ്. സ്വീകരിച്ച് ഈ വന്നിരിക്കുന്നത് രാക്ഷസനാണെന്നോ രാവണനാണെന്നോ ഒന്നും അറിയാതെ ആ അതിഥി ദേവോഭവ എന്ന തത്വത്തിൽ സീതാദേവി സ്വീകരിച്ച് ഇരുത്തി വെള്ളമൊക്കെ കൊണ്ടു കൊടുത്ത് അവിടത്തേക്ക് എന്താണ് ഭക്ഷണമാണോ വേണ്ടത്. നമ്മളെപ്പോഴും ഒരു കാര്യം ആലോചിക്കണം. നമ്മളൊരാൾക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ആ വ്യക്തി നല്ലവനാണോ എന്നറിയാനുള്ള അവകാശം നമുക്കുണ്ട്. അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി ഒരു സേവനം ചെയ്യുമ്പോൾ അത് നമ്മളിൽ നിന്നും സ്വീകരിക്കാനുള്ള യോഗ്യത ഉള്ളവനാണോ ഈ വ്യക്തി എന്നറിയാൻ നമുക്ക് അവകാശമുണ്ട്. ഇന്ന് പലരും ജീവിതത്തിൻ്റെ 90% വേസ്റ്റാക്കുന്നത് ഒരു യോഗ്യതയുമില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അതിപ്പോൾ നമ്മുടെ കുടുംബത്തിലായിക്കോട്ടെ സമൂഹത്തിലായിക്കോട്ടെ. ചുമ്മാതെ കാലം കഴിച്ച് ആളുകളുടെ പുറകിന് നടന്നിട്ട് ഒടുവിൽ ആ നടന്നവരാൽ ത്യജിക്കപ്പെടുകയും ജീവിതം നശിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കൊരാളെ സഹായിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ട ഉപകാരം അതിനുള്ള അർഹതയുള്ള ആളാണോ ആ വ്യക്തി എന്ന് മനസ്സിലാക്കുവാനുള്ള അവകാശം നമുക്കുണ്ട്. ഇത് മനസ്സിലാക്കാതെ കാണുന്ന വേഷങ്ങളുടെ എല്ലാം പുറകിന് പോകുന്നവനാണ് നാശത്തിലേക്ക് ഭവിക്കുന്നത്. ഇവിടെ സീതാമാതാവ് ഈ രാവണന് വേഷം മാറി വന്ന രാവണന് താപസ വേഷത്തിൽ വന്ന രാവണനെ ഇരുത്തി ഇതൊക്കെ ചോദിക്കുമ്പോൾ അവിടെ സീതാദേവിയുടെ വൈകാരിക തലത്തെ ഒന്ന് കുത്തിയിളക്കാൻ രാവണൻ ശ്രമിക്കുന്നൊരു ഭാഗമുണ്ട്. കമലവിലോചനയെ കമനീയാങ്കി, നീ നല്ല സുന്ദരിയാണ്, സുമുഖിയാണ്, ആരാണ് നിന്നെ ഈ വനത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുള്ള ക്രൂര മനസ്സിൻ്റെ ഉടമ ആരാണ്? ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്യുമോ? നിശാചരന്മാരും ഒക്കെയുള്ള ഈ കാട്ടിൽ ആയുധപാണികളായിട്ടുള്ളവരൊന്നും സഹായമില്ലാതെ ഈ വനത്തിൽ ഇത്ര സുന്ദരിയായ നിന്നെ ആരാണ് ഇവിടെ അങ്ങനെയാണ് നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ വൈകാരിക തലങ്ങളെ ചൂഷണം ചെയ്യുന്ന ആളുകളെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് പ്രോത്സാഹനം, ദുഃഖമില്ലാത്ത സമയത്ത് ദുഃഖത്തെ തരുന്നവർ, അനാവശ്യമായി നമ്മുടെ വൈകാരിക തലങ്ങളെ ഇളക്കി പ്രലോഭിപ്പിക്കുന്നവരെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. രാവണൻ പ്രയോഗിച്ച ആദ്യത്തെ മരുന്നതാണ്. ഈ ഓളമില്ലാതെ കിടക്കുന്ന ജലാശയത്തെ ഒന്ന് കുത്തിയിളക്കുകയാണ്. സീതാദേവിയോട് ഈ ശരിയായ ആത്മവിചാരം ചെയ്യുന്നവരുടെയൊക്കെ നടക്കത്തില്ല. ഒരാൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ആ പറഞ്ഞു തുടങ്ങുന്ന വ്യക്തിയുടെ ആശയം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ആത്മബോധികളായ ആത്മവിചാരം ചെയ്യുന്നവരൊക്കെ നടക്കത്തില്ല. ഇവിടെ സ്ത്രീ സഹജമായിരിക്കുന്ന ഇത് വെച്ചിട്ടൊന്ന് ഇളക്കി നോക്കിയതാണ്, പക്ഷേ നടന്നില്ല. ഇത്ര സുന്ദരിയായിരിക്കുന്ന നിന്നെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചല്ലോ, ആരാണ് നീ? എന്നോട് പറഞ്ഞാൽ നിനക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ മേദിനി സുത എന്ന് വെച്ചാൽ ഈ മേദിനി ഭൂമി ജനകാത്മജ, ഈ ഭൂമിയുടെ അധിപതിയായിരിക്കുന്ന ജനകാത്മജയായിരിക്കുന്ന സീത പറഞ്ഞത് ദശരഥനായിരിക്കുന്ന മഹാരാജാവിൻ്റെ മൂത്ത പുത്രനായിരിക്കുന്ന രാമൻ, അത്ഭുതവീര്യ പരാക്രമനായിരിക്കുന്ന ശ്രീരാമദേവൻ്റെ പത്നിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് നിൻ്റെ സഹായമൊന്നും വേണ്ട. നമ്മൾ അങ്ങനെയാണ്. നമുക്ക് ആവശ്യമില്ലാത്തപ്പോൾ നമ്മളെ സഹായിക്കാൻ വരുന്ന, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു കയറാൻ വരുന്ന ആളുകളെ അകറ്റി നിർത്താനുള്ള ബോധം നമ്മൾക്കുണ്ടായാൽ മതി. പകുതി ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാം. എനിക്ക് നിൻ്റെ സഹായമൊന്നും വേണ്ട. ഈ ലോകത്തിലെ എല്ലാ ദുഷ്ടശക്തികളെയും നിഗ്രഹിക്കാൻ കഴിയുന്ന മര്യാദാപുരുഷോത്തമനായിരിക്കുന്ന ദശരഥൻ്റെ പുത്രനായിരിക്കുന്ന ശ്രീരാമദേവൻ്റെ പത്നിയാണ് ഞാൻ. അതുകൊണ്ട് ഈ പറഞ്ഞതൊക്കെ അവിടെ ഇരിക്കട്ടെ. നിനക്കെന്താണ് വേണ്ടത്? ആചാര്യൻ എന്താണ് വേണ്ടത്? അങ്ങേക്ക് എന്താണ് വേണ്ടത്? ആ വേണ്ടത് ഇപ്പോൾ ഞാൻ തരുന്നുണ്ട്. പിന്നെ ഇതിൽ കൂടുതലായി എൻ്റെ ഭർത്താവായ ശ്രീരാമദേവനും ലക്ഷ്മണദേവനും ഒക്കെ എഴുന്നള്ളി വരുമ്പോൾ അവർ ചെയ്യും. ഇവിടെ കപട മുഖങ്ങൾ, സന്യാസം, ഇന്നത്തെ ആധുനിക സന്യാസത്തെയാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞിട്ടുണ്ട്, എന്താ ഭജഗോവിന്ദത്തിൽ, ജഡിലോ മുണ്ടി ലുഞ്ചിത കേശ
കാഷായാംബര ബഹിർത വേഷ പശ്യന്നഭിജന പശ്യതി മൂട ഉദരനിമിത്തം ബഹിർത വേഷം. ഇന്നത്തെ വേഷങ്ങളാണ് കൂടുതലും, 90%. ഉദരം ഭരിക്കാൻ. പണ്ടൊക്കെ ആത്മജ്ഞാനത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ കാവ്യവസ്ത്രം ധരിക്കുന്നതും സന്യാസ മാർഗം അവലംബിക്കുന്നതും ജടാമുടികൾ വളർത്തുന്നതും ഒക്കെ തന്നെ. അതൊക്കെ സന്യാസത്തിൻ്റെ ത്യാഗപൂർണമായ ഒരു ജീവിതത്തിൻ്റെ ചില പ്രതീകങ്ങളാണ് സന്യാസം. സന്യാസമെന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? സംഘനിര്യാണം ഇതി സന്യാസഃ. വിഷയങ്ങളുമായി ഭൗതികമായ ആഗ്രഹങ്ങളുമായി മനസ്സിന് നിര്യാണം, ആ ആഗ്രഹങ്ങളുടെ നിര്യാണം മനസ്സിലുണ്ടാകുന്നു. അതാണ് സന്യാസം. സന്യസിക്കുക, ത്യജിക്കുക എന്നുള്ളതാണ്. അപ്പം ഇന്നത്തെ സന്യാസം ഒരുപാട് കപടമുഖങ്ങളെ നമുക്കറിയാം. സർക്കാരമാന പൂജാർത്ഥം ദണ്ഡകാഷായധാരിണാം. സന്യാസമല്ല സന്യാസി സദാ ജ്ഞാനത്തിൽ തന്നെ തൽപരൻ. പണ്ടുണ്ടായിരുന്നു സന്യാസി. അനവധി സന്യാസിവര്യന്മാരാൽ സമ്പുഷ്ടമായ രാജ്യമാണ് നമ്മുടേത്. ആദി വേദവ്യാസൻ തൊട്ടിങ്ങോട്ട് തുടങ്ങിയാൽ ആ ഗുരു പരമ്പരകളെ നമുക്ക് കാണാം. കൽക്കട്ടയിൽ ഉണ്ടായിരുന്ന രാമകൃഷ്ണദേവൻ ഒരല്പം ഒരു പർണശാലയിൽ അല്പവസ്ത്രധാരിയായിരുന്നു കൊണ്ട് ലോകത്തിന് മുഴുവൻ ശാന്തി പകർന്ന രാമകൃഷ്ണ പരമഹംസൻ. ആ രാമകൃഷ്ണ പരമഹംസയിലൂടെയാണ് സനാതനധർമ്മത്തെ, ഭാരതത്തിൻ്റെ സനാതനധർമ്മത്തെ ലോകത്തിന് മുമ്പിൽ ഉയർത്തിക്കാട്ടിയ മഹാനായ സന്യാസി സ്വാമി വിവേകാനന്ദനെ നമുക്ക് ലഭിച്ചത്. രാമകൃഷ്ണ പരമഹംസനെ പോലെ തന്നെ ധാരാളം സന്യാസി ശ്രേഷ്ഠന്മാർ നമുക്ക് പിന്നീട് ഇങ്ങോട്ടുണ്ടായി. കേരളത്തിലെ അവസ്ഥ എടുത്തു നോക്കിയാൽ അഭേദാനന്ദ സ്വാമികൾ, ചിന്മയാനന്ദ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരുദേവൻ, മഹാനായ യോഗ ചക്രവർത്തിയായ ശ്രീ ശിവപ്രഭാകര സിദ്ധയോഗീശ്വരൻ, അദ്വൈതത്തിൻ്റെ സ്ഥാപകാചാര്യനായിരിക്കുന്ന ശങ്കരാചാര്യർ തുടങ്ങി അനവധി ആചാര്യന്മാരും ഗുരുക്കന്മാരും ഉണ്ടായി. അവരൊക്കെ യഥാർത്ഥ സന്യാസ സംസ്കാരത്തിൻ്റെ പ്രതീകങ്ങളായിരുന്നു. എന്നാൽ കലിയുഗത്തിൽ യഥാർത്ഥ സന്യാസി ഇല്ല. ഈ യുഗത്തിൽ യഥാർത്ഥമായ സന്യാസി ഇല്ലാത്തതാണ് സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ മൂല്യച്യുതിക്ക് കാരണം. യഥാർത്ഥ ഒരു സന്യാസി ഉണ്ടായാൽ ലോകത്തിന് മുഴുവൻ ശാന്തിയാണ്. ഒരു ഗാന്ധിജി ഉണ്ടായപ്പോൾ നമ്മളുടെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നു. ഒരു മദർ തെരേസ. അങ്ങനെ ഈ വിശ്വത്തിന് മുഴുവൻ സുഖം, ഈ വിശ്വത്തിന് മുഴുവൻ ശാന്തി ഭവിക്കട്ടെ, സുഖം ഭവിക്കട്ടെ എന്നുള്ള സന്ദേശമാണ്. അതാണ് സന്യാസി. സർക്കാരമാന പൂജാർത്ഥം ദണ്ഡകാഷായധാരണം. സൽക്കാരങ്ങളൊക്കെ സ്വീകരിക്കാൻ വേണ്ടി ദണ്ഡും കമണ്ടലും ഒക്കെ എടുത്ത് വലിയ കാറുകളിലും വിമാനത്തിലും വലിയ ആധുനിക സൗകര്യങ്ങളും ആഡംബരത്തോടുകൂടി ജീവിക്കുന്നവനല്ല സന്യാസി. അവൻ വെറും ഭൗതികനേക്കാൾ താഴെയാണ്. സന്യാസിയുടെ ധർമ്മം സദാ ജ്ഞാനത്തിൽ തന്നെ തൽപരൻ. എപ്പോഴും അവൻ യഥാർത്ഥമായ ഈശ്വരജ്ഞാനത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് സമൂഹത്തെ വേണ്ട അറിവ് പകർന്നു കൊടുക്കുക. നല്ല ഒരു സന്യാസി ഇരുന്നാൽ മതി. രമണ മഹർഷി, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോഴേ തന്നെ നമ്മുടെ മനസ്സ് ശാന്തമാകുകയാണ്. രമണ മഹർഷി എത്രയോ വലിയ മഹർഷി. ചൈന ഇന്ത്യ യുദ്ധം നടക്കുന്ന സമയത്ത് പോലും ഇവിടുത്തെ യോഗിവര്യന്മാരുടെ അനുഗ്രഹം, ശക്തി, ഇച്ഛാശക്തി കൊണ്ട് ആ യുദ്ധത്തെ പോലും നിയന്ത്രിക്കുന്നു. മഹാഭാരത യുദ്ധത്തിൽ സൂര്യൻ ഉദിക്കാതെ ഇരുന്നിട്ടുണ്ട്. പ്രപഞ്ച ശക്തികളെ പോലും ശ്രീ ശിവപ്രഭാകര സിദ്ധയോഗി എന്ന് പറഞ്ഞ മഹായോഗി നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന ഇവിടെ ചരിത്രത്തിലുള്ളതാണ്. പഞ്ചഭൂതങ്ങളെ അതിജീവിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആകാശഗമനം, അഗ്നിസ്തംഭനം, ജലത്തിൽ ജലസ്തംഭനം, അങ്ങനെയൊക്കെ ഒത്തിരി ദിവ്യത്വങ്ങൾ കാണിക്കാൻ കഴിയുന്നവരാണ് യഥാർത്ഥത്തിൽ. സന്യാസമെന്ന് പറയുന്നത് മനസ്സുകൊണ്ട് എത്തിച്ചേരുന്ന ഒരവസ്ഥയാണ്. സന്യാസത്തിന് കാവ്യം എടുക്കണ്ട, കമണ്ടലും എടുക്കണ്ട, രുദ്രാക്ഷം എടുക്കണ്ട, ശിഖ വളർത്തണ്ട, ഇതൊന്നും വേണ്ട. സന്യാസം എന്നത് മനസ്സുകൊണ്ട് നമ്മൾ എത്തിച്ചേരേണ്ട ഉദാത്തമായ ഒരു അവസ്ഥയാണ്, ഒരു സംസ്കാരമാണ് സന്യാസം. അങ്ങനെയുള്ള സന്യാസി എപ്പോഴും ജ്ഞാനതൽപരനായിരിക്കും. ആ ജ്ഞാനം നേടിയെടുക്കുന്നത് പോലും സന്യാസിക്ക് വേണ്ടിയിട്ടല്ല. ഇതംന മമ, എനിക്ക് വേണ്ടിയല്ല, അത് സമാജത്തിന് വേണ്ടിയാണ്. ഒരു യഥാർത്ഥ സന്യാസി ഉഞ്ചവൃത്തി ചെയ്തേ ജീവിക്കാൻ പാടുള്ളൂ. സ്വന്തമായി ഒന്നും സമ്പാദിക്കാൻ പാടില്ല. ഇന്ന് എടുത്തു നോക്കൂ, ഇന്നത്തെ സന്യാസിമാർ വലിയ വലിയ മേടകളിലിരിക്കുന്നവരുണ്ട്.
വലിയ ധനികന്മാരായിരിക്കുന്നവരുണ്ട്. അതൊന്നുമല്ല സന്യാസം. ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൽ നിന്നും നിർമുക്തമായിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുന്ന ആളായിരിക്കണം യഥാർത്ഥ ഉഞ്ചവൃത്തി എന്ന് പറഞ്ഞാൽ. ഒരു സന്യാസി ഭിക്ഷ വാങ്ങിച്ചു വേണം. 5 വീടുകളിൽ മാത്രമേ പോകാൻ പാടുള്ളൂ. 6ാമതൊരു വീട്ടിൽ പോകാൻ പാടില്ല. ഒരു യഥാർത്ഥ സന്യാസിയാണെങ്കിൽ 4 വീട്ടിൽ കിട്ടാത്തത് 5ാമത്തെ വീട്ടിൽ നിന്ന് കിട്ടും. ഉഞ്ചവൃത്തി ചെയ്യുക. എന്തിനാ? നമ്മളുടെ ഉള്ളിലുള്ള മനസ്സിലുള്ള അഹത്തെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഒന്നും തന്നെ ഭിക്ഷാപാത്രം പോലും സ്വന്തമായി ഉണ്ടാകാൻ പാടില്ല ഒരു സന്യാസിക്ക്. അങ്ങനെയുള്ള യഥാർത്ഥ സന്യാസിമാരുടെ നഷ്ടമാണിന്ന് ഭാരതത്തിന് ഏറ്റവും വലിയ ഒരു നഷ്ടം. ഇവിടെ കപടവേഷം ധരിച്ചു വന്നിരിക്കുകയാണ് കപട സന്യാസി. നമ്മൾ തിരിച്ചറിയണം. എന്തിനാണ് രാമായണം ഇതൊക്കെ നമ്മളോട് പറഞ്ഞു തരുന്നത്? ഇതുപോലെയുള്ള ആളുകളെ കാണുമ്പോൾ ഒരു ഇൻഡിക്കേറ്ററാണിത്. ശരിക്കും നമുക്ക് സൂചന തരികയാണ് നല്ലതേത് ചീത്തയേത്. ഇവിടെ നല്ലതേത് ചീത്തയെന്ന് തിരിച്ചറിയാൻ സീതാദേവിക്ക് പറ്റിയില്ല. ഈ താപസവേഷം ധരിച്ചു വന്ന രാക്ഷസനെ പിടിച്ച് ഇരുത്തി സ്വീകരിക്കുകയാണ്. കുറേ നേരമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ രാവണൻ്റെ യഥാർത്ഥ പരിപാടി വ്യാജം പറഞ്ഞതും പ്രലോഭനം പറഞ്ഞതും ഒന്നും നടക്കാതെ വന്നപ്പോൾ രാവണൻ തൻ്റെ സ്വന്തം ആ അസ്തിത്വം എന്താണ്, താൻ ആരാണ് എന്ന് പറയാൻ തുടങ്ങി. ഞാൻ രാവണൻ. ഈ രാമനെ കൊണ്ടൊക്കെ എന്ത് കാര്യം? വനത്തിൽ കൊണ്ടുവന്ന് യൗവനയുക്തിയായിരിക്കുന്ന നിന്നെ ഇട്ടിട്ട് എന്തിൻ്റെയൊക്കെയോ പുറകിൽ പോയിരിക്കുന്ന രാമൻ. ഈ രാമനെ കൊണ്ട് എന്ത് ഫലം? ഞാൻ രാവണൻ. ഞാൻ ലങ്കയുടെ അധീശനായിരിക്കുന്ന രാവണൻ. ലങ്ക അതിമനോഹരമാണ്. നമ്മുടെ ശ്രീലങ്ക ഇന്നുമുണ്ട്. ശ്രീലങ്കയുണ്ട്, അയോധ്യയുണ്ട് നമുക്ക് മനസ്സിലായി. ശ്രീലങ്ക ഉണ്ടെന്ന് മനസ്സിലായി. രാമസേതു നമ്മൾ കണ്ടെത്തി. ഇതൊക്കെ ചരിത്രമാണ്, കൃത്യമായ ചരിത്രമാണ്. അവിടെ പിന്നെയും പറയുകയാണ്, ഞാൻ ലങ്കാധിപനായിരിക്കുന്ന രാവണനാണ്. എൻ്റെ രാജ്യം വളരെ മനോഹരമാണ്. നീ ഒന്ന് സമ്മതിച്ചാൽ ഈ രാമനെയൊക്കെ കളഞ്ഞിട്ട് പോരുക. ഇന്ന് സപത്നി വ്രതമില്ലാത്ത പുരുഷന്മാരും പാതിവൃത്യം നഷ്ടപ്പെടുത്തുന്ന സ്ത്രീകളുടെ എണ്ണം. ഇന്നത്തെ സംസ്കാരം മനുഷ്യ ജീവിതത്തിൽ, സമൂഹത്തിൽ മനുഷ്യനും തമ്മിലുള്ള ജീവിതത്തിൻ്റെ ഇടയിൽ ശരിക്കും വളർത്തേണ്ടുന്ന ആ സദാചാരത്തിൻ്റെ, ധാർമ്മികതയുടെ സംസ്കാരം അതിലൊടിഞ്ഞു പോയിരിക്കുകയാണ്. ഇന്ന് ഏത് തരത്തിലുള്ള ജീവിതം നയിക്കുന്നതും തെറ്റല്ല എന്ന് പറയപ്പെടുന്നു. ആ ഒരു ഇന്നത്തെ പുതിയ തലമുറ ഇങ്ങനെയൊക്കെ ആയിത്തീരാൻ കാരണം ഇതുപോലെയുള്ള സദ്ഗ്രന്ഥങ്ങൾ, അത് ബൈബിളായാലും ഖുർആനായാലും സനാതന ധർമ്മത്തിൻ്റെ വിശിഷ്ട ഗ്രന്ഥങ്ങളായിരുന്നാലും ഇതൊക്കെയും കൃത്യമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും പഠിക്കാനും ഉൾക്കൊള്ളാനും അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആചാര്യന്മാരുടേതായിരിക്കുന്ന നഷ്ടവുമൊക്കെയാണ് ഇന്നത്തെ ധാർമ്മികമായ അധപ്പതനങ്ങളുടെ പിന്നിലെ കാരണം. ഇവിടെ രാവണൻ ഇതൊക്കെ പറഞ്ഞു, ഞാൻ നിന്നെ കൊണ്ടുപോയി വേണ്ടുന്ന തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാം. ഇത്രയൊക്കെ പറഞ്ഞിട്ടും സീതാദേവി പറഞ്ഞ വാക്കാണ് ഇവിടെ പ്രസക്തമായ പ്രമേയം. ഞാൻ ശ്രീരാമചന്ദ്രൻ്റെ ഭാര്യയാണ്. മര്യാദാ പുരുഷോത്തമനായ ധർമ്മത്തിൻ്റെ പ്രതീകമായ ശ്രീരാമൻ്റെ പത്നിയാണ് ഞാൻ. നീയല്ല രാവണ. നിന്നെപ്പോലെ 1000 രാവണന്മാർ വന്ന് പ്രലോഭിപ്പിച്ചാൽ പോലും എൻ്റെ ശ്രീരാമദേവൻ്റെ പാദങ്ങൾ വിട്ട് ഈ സീതയെ നിനക്ക് കിട്ടുകയില്ല. അതിന് നീ വേറെ വഴി ആലോചിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് ധർമ്മത്തിൻ്റെ, സദാചാരത്തിൻ്റെ, പാതിവൃത്യത്തിൻ്റെ മഹത്വത്തെ ഉയർത്തിക്കാണിച്ച സീതാദേവി ഉയർത്തിക്കാട്ടിയ ഒരു ഭാഗമാണ് ഇവിടെ നിന്നും ഇന്നത്തെ തലമുറ ഉൾക്കൊള്ളേണ്ട ഒരു പ്രധാന സന്ദേശം.